ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് സോൺ. അപ്പോൾ നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കുറെ പേര് അപ്ലൈ ആവാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുന്നുണ്ടാവും ഇപ്പൊ എന്തായിരിക്കും അസിസ്റ്റന്റ് ലൈൻമാന്റെ സിലബസ്. പ്യുവർ ടെക്നിക്കൽ മാത്രമാണോ, അല്ല ടെക്നിക്കലിന്റെ കൂടെ നോൺ ടെക്നിക്കൽ ഉണ്ടോ? അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കണ്ടന്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ സിലബസ് ഔട്ട് ആയിട്ടില്ല. അപ്പൊ അത് ടെന്റേറ്റീവ് സിലബസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മുന്നത്തെ നമ്മളെ ടെക്നിക്കൽ ഇപ്പൊ ഓവർസിയർ ഗ്രേഡ് 1, അതുപോലെ ഓവർസിയർ ഗ്രേഡ് 2, അതേപോലെ കുറെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ബേസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസിലേക്ക് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ രണ്ട് രീതിയിലുള്ളത് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ ഏറ്റവും ആദ്യം പറഞ്ഞതില്ലേ സിലബസ് മെയിൻ ടോപ്പിക്സ് 1, ഇതായിരുന്നു നമ്മളെ മുന്നത്തെ ലെവലിനൊക്കെ ഉണ്ടായിരുന്നത്. അതായത് 2021 22 കാലഘട്ടങ്ങളിൽ നടന്ന എക്സാംസ്, ഇപ്പൊ ഈ സിവിൽ ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ആ ഒരു സമയത്തൊക്കെ ഈ ഒരു രീതിയിലായിരുന്നു സിലബസ് ഉണ്ടായിരുന്നത്. അതായത് പാർട്ട് 1 എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള, പിന്നെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, പിന്നെന്താ ടെമ്പിൾ അഫയേഴ്സ്, ഹിന്ദു കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, അതേപോലെ വേരിയസ് ദേവസ്വം ബോർഡ്സ് എക്സെട്ര. പിന്നെ എന്ത് ചെയ്തു, 2022 ശേഷം 2024 ഏറ്റവും അവസാനമായിട്ട് നടന്ന ടെക്നിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ 2024 ജൂണിൽ നടന്ന ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ, ഈ ഒരു എക്സാമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്നത് 2024 ജൂൺ മാസം. ആ ഒരു സിലബസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് സബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ദി പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, ടെമ്പിൾ അഫയേഴ്സ്, ഹിന്ദു കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, വേരിയസ് ദേവസ്വംസ് എക്സെട്ര. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ടെക്നിക്കൽ എക്സാംസിന്റെ സിലബസ് പറയുന്നത് ഈ രണ്ടാമത് നമ്മൾ ഇപ്പോൾ ഇട്ടാണ്. അപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വരുന്ന അസിസ്റ്റന്റ് ലൈൻമാൻ സിലബസിന് ഏതായിരിക്കും ഉണ്ടാവുക? നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ സിലബസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് എന്താ അവരവിടെ ഈ റിനയസൻസ്, ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ എന്താ അവരവിടെ ഒഴിവാക്കി. ഓക്കെ, അതിന് പകരം എന്തോന്ന് നമ്മളെ റീസണിങ്, മാത്ത്, മെന്റൽ എബിലിറ്റി, മാത്സ് കാര്യങ്ങൾ, പിന്നെ എന്ത് ചെയ്തു നമ്മളെ ഇംഗ്ലീഷും കൂടി അവരവിടെ ആഡ് ചെയ്തു. ഇതാണ് വന്ന ചേഞ്ച്. അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് ലൈൻമാനും വരാൻ സാധ്യതയുള്ള സിലബസ് ഏതാണ്? ഇത് തന്നെയാണ് വരാൻ സാധ്യതയുള്ള സിലബസ്. നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് അറിയില്ല. ഒഫീഷ്യൽ സിലബസ് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, വരാൻ സാധ്യതയുള്ള സിലബസ് ഇത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. കാരണം വെച്ചാൽ എക്സാം അധികം ഡിലേ ആവാറില്ല, ദേവസ്വം ബോർഡിൽ നിന്നും എക്സാം അധികം ഡിലേ ആവാറില്ല. അപ്പൊ അതിൽ വരുവാണെന്നുണ്ടെങ്കിൽ പാർട്ട് 1 നമുക്ക് പറയാം. പാർട്ട് 1 ആണ് ടെക്നിക്കലി വരുന്നത്. പാർട്ട് 2 സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ്. അതിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ഇൻ വർക്ക്. നമ്മൾ RRBJക്കൊക്കെ നിങ്ങൾ ഇപ്പം IT അല്ല ഡിപ്ലോമക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ RRBJ, അതേപോലെ IT ALPക്കൊക്കെ ഈ ഒരു സെയിം സിലബസ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റീസണിങ്ങും മെന്റൽ എബിലിറ്റിയും കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. മാത്സ് റീസണിങ് നോക്ക്, സീരീസ്, പ്രോബ്ലംസ് ഓഫ് മാത്തമാറ്റിക്സ്, സയൻസ്, വെരിഫൈങ് ക്വസ്റ്റ്യൻസ്, അനലോഗി, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ്, ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻസ്, ടൈം ആൻഡ് ആംഗിൾസ്, ക്ലോക്ക്, കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. അപ്പൊ നിങ്ങളിപ്പോ ALP ഓൾറെഡി നിങ്ങൾ IT ആണല്ലോ. ALP നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്താ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് എന്താ JEക്കൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ എന്താ ജനറൽ ഇംഗ്ലീഷ് ആണ് പറഞ്ഞേക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ് വൊക്കാബുലറി, ആന്റോണിംസ്, ചേഞ്ച് ഓഫ് ജെൻഡർ, അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമർ, ടെൻസ്, പൊസിഷൻ, ആക്റ്റീവ് പാസീവ് വോയിസ്, ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, അല്ല ഇതൊക്കെ നമ്മൾ എന്താ ഒരു 10th ലെവലിൽ ഉള്ള സാധനങ്ങളാണ്. പിന്നെയാണ് പാർട്ട് 4 ടെമ്പിൾ അഫയേഴ്സ്, ഹിന്ദു കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, വേരിയസ് ദേവസ്വം ബോർഡ്സ് എക്സെട്ര. ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഓക്കെ, ഇതാണ് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് എല്ലാവരും പറയുന്നത്. ഓക്കെ, ഇത് നമ്മളെ ജനറൽ ബേസിക് അങ്ങനെയൊന്നും പഠിക്കാത്ത കാര്യങ്ങളാണ്. സ്പെഷ്യൽ ടോപ്പിക് മേ ബി നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക മേ ബി ഈ ഒരു ടോപ്പിക് ആയിരിക്കും. ഓക്കെ, ഇനി അതെന്താ, നമ്മൾ ടെമ്പിൾ ഫേസ്, ഫേമസ് ടെമ്പിൾസ് ഇൻ കേരള,
ഡയറ്റീസ്, പെക്യുലാരിറ്റീസ്, ലൊക്കേഷൻ, അതേപോലെ ടെമ്പിൾ ഫെസ്റ്റിവൽസ്, അതേപോലെ ടെമ്പിൾ ആർട്സ് കാര്യങ്ങൾ, അതേപോലെ ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ കേരള. ഓക്കെ, അതൊക്കെയാണ് ഗ്രേറ്റ് സ്പിരിച്വൽ ലീഡേഴ്സ്. അതേപോലെ ഡിഫറെന്റ് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, മലബാർ. ഓക്കെ, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ വരുമ്പോൾ നമ്മൾ മുന്നേ ഈ ഒരു IT ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം ദേവസ്വം ബോർഡ് നടത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ഓവർസീ ഗ്രേഡ് 1 ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഡിപ്ലോമ ആയിരുന്നു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പം ടെക്നിക്കലിന്റെ കേസിൽ സ്വതവേ PSCയുടെ സിലബസിൽ അത്രയും പറയാറില്ല ദേവസ്വം ബോർഡിന്റെ സിലബസിൽ. ഓക്കെ, കുറച്ച് കട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഇപ്പൊ ലെവലാണെങ്കിലും ഡിപ്ലോമ ലെവലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഈ ടെക്നിക്കൽ ഇപ്പൊ എടുത്തേക്കുന്നത് നമ്മുടെ PSCയുടെ സെയിം സിലബസ് തന്നെയാണ് ഞാനിപ്പോ ആഡ് ആക്കിയേക്കുന്നത്. ഇതിപ്പോ ടെന്റേറ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നതാണല്ലോ. ഒഫീഷ്യൽ സിലബസ് വരുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടി ചിലപ്പം കട്ട് ഡൗൺ ചെയ്യാം ചിലപ്പോ. ഓക്കെ, ചിലപ്പോ കട്ട് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മളെ പെർഫെക്റ്റ് നമ്മളെ ലൈൻമാൻ IT ലെവൽ പോസ്റ്റിനൊക്കെ വിളിച്ച സെയിം എക്സാമിന്റെ ട്രേഡ്സ്മാൻ ആ ഒരു സെറ്റ് ഓഫ് എക്സാംസ് ഉണ്ടല്ലോ, സെയിം സിലബസ് തന്നെയാണ് നമ്മൾ ആഡ് ആക്കിയത്. മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ട് ആ ഒരു 10 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ആ ഒരു 10 മൊഡ്യൂളിന്റെ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോ ആഡ് ആക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങളിപ്പം പക്ക എന്തെയാ, നിങ്ങൾ ഓൾറെഡി IT ലെവൽ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു 10 മൊഡ്യൂളും കൃത്യമായിട്ട് അവിടെ റിവൈസ് ചെയ്യാം. ഓക്കെ, അതിന്റെ കൂടെ അതിന്റെ കൂടെ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഈ ജനറൽ ഇംഗ്ലീഷും അതേപോലെ റീസണിങ്ങും മെന്റൽ എബിലിറ്റി കാര്യങ്ങൾ അതൊക്കെ നോക്കുക. അതേപോലെ ഈ ടെമ്പിൾ അഫയേഴ്സ് പാർട്ട് 4 ഒക്കെ നോക്കുക. ഓക്കെ, അതെല്ലാം നിങ്ങൾ ഇതുവരെ എന്താ പറയണ്ടേ IT എക്സാമിനൊന്നും ടെക്നിക്കൽ എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താ ടെക്നിക്കൽ നോക്കാം. ഓക്കെ, ടെക്നിക്കൽ ഒന്ന് നോക്കാം. അതിന്റെ കൂടെ പേരലായിട്ട് എന്താ ഈ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കി പോവാം. ഓക്കെ, അപ്പോ ഇതിലിപ്പോ ഞാൻ പറഞ്ഞു, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാം ഈ ഒരു സിലബസ് ആയിരുന്നു നോൺ ടെക്നിക്കൽ ഉണ്ടായിരുന്നത്. സെയിം സിലബസ് തന്നെ ആയിരിക്കും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല, ഒഫീഷ്യൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ മുന്നേ ഉണ്ടായിരുന്ന സിലബസ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ 2 എന്നുള്ളത്. ഇനി നമുക്ക് ഫൈനൽ സിലബസ് വന്നിട്ടില്ല. ഫൈനൽ സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിരിക്കുന്നത് ഈ ഒരു സിലബസ് നമ്മളിവിടെ ആഡ് ആക്കിയേക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.